ദേ ആ ഓടിക്കൊണ്ടിരുന്നാണ് കേട്ടോ കല്യാണപ്പെണ്ണ ഫിയോണ. ഞങ്ങളുടെ +1 +2 ഗ്യാങ്ങിലെ 4 പേരിലെ ഏറ്റവും അവസാനത്തെ കല്യാണം ദേ ഇവളുടെയാണ് കേട്ടോ. അപ്പോൾ ഇവളുടെ മനസ്സമ്മതത്തിന് മുൻപ് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളും കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവൾക്കുള്ള ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരാളാണ് ഫിയോ. അപ്പോൾ അവൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സാരി എടുത്തിട്ടോ. അപ്പോൾ ഇത് വൈഷു, ഞങ്ങൾ 4 പേരിലെ ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ അവൾക്കും കൂടി വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് ഞങ്ങൾ സാരിയൊക്കെ സെലക്ട് ചെയ്യാം കേട്ടോ. അതേ എടുത്തിരിക്കുന്ന സാരി തന്നെയാണ് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചത്. ഫിയോ ഒരു ടീച്ചറും കൂടിയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് പിന്നീട് ഇതൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സിമ്പിളായൊരു സാരി തന്നെയാണ് എടുത്തത്. പിന്നെ അവൾ അങ്ങനത്തെ ഇടുള്ളൂ. അത് അവളുടെ മനസ്സമ്മതത്തിൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഡെക്കറേഷനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്രാഫ്റ്റിൻ്റെ കടയ്ക്ക് വന്നു. അത് കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കാൻ കയറി കേട്ടോ. ഉച്ചയായിരുന്ന സമയം നല്ല ചൂട് ബിരിയാണി അച്ചായൻസ് എന്നൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. അല്ലെങ്കിലും വെയിലത്ത് കൂടെ അലഞ്ഞു തിരിഞ്ഞ് വന്ന് AC റൂമിൽ ഇരുന്നിട്ട് ഒരു ബിരിയാണി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഇത് ഞങ്ങളുടെ അയിനോട്ടോ, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലെ ആദ്യത്തെ കുട്ടിയാണ്. അങ്ങനെ അന്നത്തെ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ പോയി. ഇത് നെക്സ്റ്റ് ഡേ ഞാനും ഏട്ടനും കൂടി ഇറങ്ങിയതാണ്. ഏട്ടനുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. എനിക്കുള്ള സാരി പിന്നെ ഓൾറെഡി എൻ്റെ പേജിൽ തന്നെയുള്ള സാരി തന്നെയായിരുന്നു. പിന്നെ 6 മാസം കൂടുമ്പോൾ എപ്പോഴും ഒരു ഹെയർ കട്ട് നിർബന്ധമാണ്. അത് പ്രത്യേകിച്ച് മനസ്സമ്മതം കൂടി ആയപ്പോൾ ആ ഒരു ചാൻസ് മുതലാക്കി നല്ലൊരു ഹെയർ കട്ടും. എപ്പോഴും ഞാൻ ഏകദേശം ഒരേ ടൈപ്പ് തന്നെ കേട്ടോ കട്ട് ചെയ്യൽ. എനിക്ക് എപ്പോഴും കംഫർട്ടബിളും ഈ ഒരു ഗ്ലാമർ ബ്യൂട്ടി സലൂണിൽ വന്നിട്ട് ഹെയർ കട്ട് ചെയ്യുന്നതാണ്. ഹെയർ കട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പട്ടിഷോ നിർബന്ധമാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എനിക്ക് കൊറിയറും കാര്യങ്ങളൊക്കെ അയക്കണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അയച്ചു. അപ്പോൾ പാർട്ട് 2 മനസ്സമ്മതം വ്ളോഗുമായിട്ട് വരാം. ഓക്കെ, ബൈ.